ഹായ് നമസ്കാരം, പത്രികയിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് കുറുമാത്തൂറുള്ള കീരിയാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ പുണ്യഭൂമിയിലാണ്. കാലത്തിൻ്റെ 4 നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇന്നും ഭക്തിയുടെ ദീപശിഖയായി നിലകൊള്ളുന്ന കീരിയാട് ശ്രീകൃഷ്ണ ക്ഷേത്രം പറശ്ശിനിപ്പുഴയുടെ തീർത്ത് കുറുമാത്തൂർ പഞ്ചായത്തിൽ ഉള്ള ഏക ശ്രീകൃഷ്ണ ക്ഷേത്രം ഇത്. 400 വർഷമായി ഇതിൻ്റെ പൂജകൾ മുടങ്ങിക്കിടക്കുന്നു. ആ വേളയിൽ പല ഭക്തജനങ്ങൾക്കും പല അനുഭവങ്ങളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായി. ഭഗവാന്റെ ചൈതന്യം ഇവിടെ കുടികൊള്ളുന്നു എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വർണ്ണപ്രശ്നം വെച്ചു. അനേകം തലമുറകളുടെ പ്രാർത്ഥനകളും വിശ്വാസങ്ങളും ക്ഷേത്രത്തിൻ്റെ ഏടുകളിൽ പതിഞ്ഞു കിടക്കുന്ന ഈ പുണ്യഭൂമിയിൽ അടുത്തിടെ നടന്ന സ്വർണ്ണപ്രശ്ന ചിന്ത ഒരു മഹത്തായ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടി. സ്വർണ്ണപ്രശ്നം വെച്ച് അവസ്ഥയിൽ ഭഗവാൻ വിശന്ന് കരിയുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ ചൈതന്യം. ഇപ്പോൾ ഭഗവാന്റെ ആരോടും എത്രയും പെട്ടെന്ന് നിർമ്മിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണം കൊണ്ട് നല്ല രീതിയിൽ 2 വർഷവും 4 മാസവും കൊണ്ട് ഈ നിലയിൽ നമുക്ക് ഈ അമ്പലം എത്തിക്കാൻ കഴിഞ്ഞു. ക്ഷേത്രത്തിൽ ഭഗവാന്റെ ദിവ്യ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുവെന്ന തിരിച്ചറിവ് ഭക്തജനങ്ങളുടെ മനസ്സുകളിൽ പുതിയ പ്രത്യാശയുടെ വെളിച്ചം പകർന്നു. അതുപോലെ തന്നെ നമ്മൾ താമ്പൂല പ്രശ്നം വെച്ച അന്ന് മുതൽ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച സദ്യ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് ഇന്നും തുടർന്നു പോകുന്നു. 3 വർഷമായി നമ്മൾ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച സദ്യ കൊടുക്കും, പ്രസാദ സദ്യ കൊടുക്കുന്നു. പാൽപ്പായസം അടക്കമുള്ള സദ്യയാണ്. ആ തിരിച്ചറിവിൻ്റെ ശക്തിയിൽ ജാതിമത വർഗഭേദമന്യേ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഒരുമിച്ചു കൈകോർത്ത് ഹൃദയങ്ങൾ കോർത്ത് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ മഹായജ്ഞത്തിന് അവർ തുടക്കം കുറിച്ചു. ആ പുണ്യപ്രവർത്തനത്തിൻ്റെ ആദ്യപടിയായി വനശാസ്താവിൻ്റെ പ്രതിഷ്ഠയുടെയും ചുറ്റമ്പലത്തിൻ്റെയും കുറ്റിയടിക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. മന്ത്രോച്ചാരണങ്ങളുടെ പവിത്രനാദവും ഭക്തരുടെ പ്രാർത്ഥനകളും നിറഞ്ഞ ആ വേള കീരിയാട് ക്ഷേത്രത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ സുവർണ നിമിഷമായി മാറി. ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങ് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ആത്മീയ തുടക്കം കുറിച്ചു. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി വില കൊടുത്തു വാങ്ങിയ ഗോവിന്ദൻ നമ്പ്യാർ പാന്തോട്ടം നമുക്ക് 34 സെൻറ്റ് സ്ഥലവും റോഡും സൗജന്യമായി തരുകയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സാമ്പത്തിക സഹായം ചെമ്പടിക്കാൻ 5,73,310 രൂപ ചെമ്പടിക്കാൻ തന്നു. അതുപോലെ തന്നെ ചുമരിന് 2 ലക്ഷം. അതുപോലെ തന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്ത ഒരു ഭഗവാനെ കഴിച്ചാൽ നമുക്ക് വേറൊരു ഭഗവാൻ അവർ തന്നെയാണ് ഗോവിന്ദൻ നമ്പ്യാർ പാന്തോട്ടം. അപ്പോൾ അത്രയും സഹായങ്ങൾ ചെയ്തിയാണ്. സ്ഥലവും സൗജന്യം തന്നു. അത്രയും നല്ല ഒരു മനുഷ്യനാണ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് വെറും കെട്ടിടങ്ങളുടെ നവീകരണമല്ല, ഒരു നാടിൻ്റെ വിശ്വാസത്തിൻ്റെ പുനർജന്മമാണ്, ഒരു സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭക്തരുടെ അർപ്പണബോധത്താൽ കീരിയാട് ശ്രീകൃഷ്ണ ക്ഷേത്രം വീണ്ടും തൻ്റെ പ്രൗഢിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ചരിത്രവും വിശ്വാസവും ഭക്തിയും കൈകോർക്കുന്ന ഈ പുണ്യയാത്ര വരും തലമുറകൾക്ക് എന്നും പ്രചോദനമായി നിലനിൽക്കട്ടെ. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പടിഞ്ഞാറോട്ടേക്ക് ദർശനമുള്ള ക്ഷേത്രമാണിത്. അതിനും ഒരു ഐതിഹ്യമുണ്ട്. ഇവിടെ സ്വർണ്ണപ്രശ്നം ഇന്ത്യയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പണ്ടുകാലം പ്രതിഷ്ഠ മുനീശ്വരന്മാർ 400 വർഷം മുന്നേ മുനീശ്വരന്മാർ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രം ഇത്. അന്ന് കിഴക്ക് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ നടത്തിയത്. പിറ്റേ ദിവസം മേൽശാന്തി പൂജയ്ക്ക് വന്നപ്പോൾ വയലും വെളിയും കാണാൻ ഭഗവാൻ പടിഞ്ഞാറ് വശത്തേക്ക് തിരിഞ്ഞിരുന്നാണ് സ്വർണ്ണപ്രശ്നം ഇന്ത്യയിൽ തെളിഞ്ഞത്. അപ്പോൾ തളിപ്പറമ്പ് പെരിഞ്ചല്ലു ഗ്രാമത്തിൻ്റെ കിഴക്ക് അതിർത്തി പങ്കിടുന്ന ഏക ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന ഖ്യാതിയും ഈ ക്ഷേത്രത്തിനുണ്ട്. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളതുകൊണ്ടാണ് തൃച്ചംബരം ക്ഷേത്രം കിഴക്ക് ദർശനവും ഈ ക്ഷേത്രം പടിഞ്ഞാറ് ദർശനമായിട്ട് അഭിമുഖമായിട്ട് നിൽക്കുന്നത്.